ശ്രീ അനിൽകുമാർ, ഇത്തരത്തിൽ 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം ആണ് ഇപ്പോൾ ചുമത്തുന്നത് കുറ്റപത്രത്തിൽ എന്ന് മനസ്സിലാക്കുന്നു. അതിലൊരു രാഷ്ട്രീയ പ്രേരണയുണ്ട് എന്ന് BJP ആരോപിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കും? യഥാർത്ഥത്തിൽ ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമല്ല. സുരേഷ് ഗോപി എന്നൊരു വ്യക്തി അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തുകയാണ് ഈ പ്രക്രിയയിലൂടെ. അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകരുടെ തോളത്ത് കൈവെക്കുന്നു. അപ്പോൾ തന്നെ അവർ അവരുടെ വിരക്തി അറിയിക്കുന്നുണ്ട്. വീണ്ടും അവരുടെ ദേഹത്ത് തഴുകുന്നത് പോലെ ഇടപെടുന്നുണ്ട്. അനുചിതമായ പെരുമാറ്റം എന്ന നിലയ്ക്ക് അപ്പോൾ തന്നെ അവരുടെ ഭാവഹാദികളിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഞാനങ്ങനെ ചിന്തിച്ചിരുന്നില്ല, ആൺപെൺ ഭേദമില്ലാതെ ഞാൻ പെരുമാറിപ്പോയതാണ്, അതിൽ മറ്റൊരു തരത്തിൽ കാണേണ്ടതില്ല എന്ന് അദ്ദേഹം അപ്പോൾ തന്നെ പറയാനിടയായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് അവിടെ അവസാനിച്ചേനെ. ഒരു മാധ്യമ പ്രവർത്തകർ പരാതിപ്പെട്ടു. അതിനുശേഷം ദി ഡെമനർ ഓഫ് ദാറ്റ് അക്യൂസ്ഡ് എന്നുള്ളത് എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇവിടെ ബഹുമാനപ്പെട്ട എം പി ആയിരുന്ന ശ്രീ സുരേഷ് ഗോപി ആ മാധ്യമ പ്രവർത്തകരെ പിന്നീട് തുടർച്ചയായി പിന്തുടർന്ന് വേട്ടയാടുകയാണ്. എന്നിട്ട് പിന്നീട് കാണുന്ന മാധ്യമ പ്രവർത്തകരെ കണ്ടു തൊഴുതിട്ട് എല്ലാ വനിതാ മാധ്യമ പ്രവർത്തകരെ അപമാനിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായി മറ്റൊരു മാധ്യമ പ്രവർത്തകയോട് കയർക്കുന്ന നിലയും അദ്ദേഹം കണ്ടു. എന്താണ് കാണിക്കുന്നത്? നിങ്ങൾ ഒരു തെറ്റായ കാര്യം ചെയ്യുക, തെറ്റായ കാര്യം തെറ്റാണ് എന്ന് അതിനിരയായ ഒരാൾ പറയുക, അയ്യോ അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞാൻ തുടർന്ന് ശ്രദ്ധിച്ചുകൊള്ളാം എന്ന് പറഞ്ഞത് ഒഴിയേണ്ടതിന് പകരം കേസിന്റെ വഴിക്ക് നടക്കട്ടെ. അതാണ് നിലപാടെങ്കിൽ ഇത് വിചാരണ ചെയ്യുന്ന കോടതിക്ക് മനസ്സിലാവുമല്ലോ സംഭവിക്കുന്നത്. നമ്മൾ ആ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കൂ. മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ ദേഹത്ത് ഒരാൾ കൈവെക്കുന്നു, അവർ വിരക്തി കാണിക്കുന്നു. അതിനുശേഷം സുരേഷ് ഗോപി നേരിട്ട് കണ്ട മറിയക്കുട്ടി എന്ന് പറയുന്ന ആ മാന്യ വനിത എന്താണ് ആ വനിതാ പ്രവർത്തകയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടോ? ഇവള് പെണ്ണാണോ? ഇവർക്ക് കണ്ണാടി നോക്കാൻ വയ്യേ? ഇപ്പൊ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റി ഒരാൾ അപ്രകാരം മാധ്യമപ്രവർത്തകരെ ക്രൂരമായി അപമാനിക്കുന്ന വാദങ്ങൾ ഉയർത്തുകയാണ്. ഇതിനെല്ലാം മൗനമായി പിന്തുണ കൊടുക്കുന്നു സുരേഷ് ഗോപി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ സ്ത്രീകളുടെ രക്ഷയ്ക്കാണ്. മണിപ്പൂരിൽ ആണുങ്ങളുണ്ട്, മണിപ്പൂരിലെ കാര്യം നോക്കാൻ ആണുങ്ങളുണ്ട്. അത് പറയുന്ന സുരേഷ് ഗോപിയാണ് ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടപ്പോൾ, അപമാനിക്കപ്പെട്ടപ്പോൾ കൂട്ടമായ ആക്രമണത്തിന് വരെ വിധേയാക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാധ്യമ പ്രവർത്തക പെണ്ണാണോ ഇവൾ? സുരേഷ് ഗോപി എത്ര സുന്ദരിമാരോടൊപ്പം അഭിനയിച്ച ഒരാളാണ്. ഇവള് ഒരു പെൺകുട്ടിയാണോ? ഇവളെ എവിടെ നോക്കിയിട്ടാണ് പെണ്ണാണെന്ന് പറയുന്നത് എന്നൊരാൾ പറഞ്ഞാൽ അങ്ങനെ അവരെ അപമാനിക്കേണ്ടതില്ല എന്ന് സുരേഷ് ഗോപി എന്തുകൊണ്ട് നിലപാടെടുത്തില്ല? ഈ സംഭവത്തിന് ശേഷം സുരേഷ് ഗോപി എടുത്ത നിലപാടാണ് പ്രശ്നം.